എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അർജന്റീനയിലെ പോലെ ഒരു ടീമിനെ ഇവിടെ കളിക്കാൻ കൊണ്ടുവരണമെങ്കിൽ രൂപ എത്ര ചിലവാകും അറിയോ? 1-2 രൂപയല്ല, പോയാ 40 കോടി രൂപ വേണം. 40 കോടി രൂപ. എത്ര? ഫോർ ദി കോസ്. അതെ, 40 കോടി രൂപ. കോയൊക്കെ 40 കോടി എന്ന് പറഞ്ഞപ്പോ വലിയ ഫണ്ടൊന്നും അല്ല. ഇതിൽ കൂടുതൽ പൈസ പ്രതിമനെ ഉണ്ടാക്കി കാക്കനെ കൊണ്ട് തൂറിക്കാൻ സർക്കാർ കളയണ്ടല്ല. കളയണില്ലേ? പ്രതിമയെ കുറിച്ച് പറയല്ലേ? പ്രതിമേന്റെ ഒരു വിഷമം മനസ്സിലാണെങ്കിലേ നീ മരിക്കണം, നീ ഒരു പ്രതിമയാവണം. എന്നിട്ട് വെയിലത്തും മഴയത്തും നിൽക്കുമ്പോ അപ്പൊ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. ഈ പറഞ്ഞ അത് അത്ര ശരിയുള്ള കാര്യമല്ല. പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനമുണ്ട് ലക്ഷങ്ങൾ. അത് ടൂറിസം പ്രൊമോഷനായിട്ടാണ് അവിടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കണം. പിന്നെ കാക്കയ്ക്ക് 100 പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ കേരളത്തിൽ. എന്നാ ഇതും അതേമാതിരിക്ക് തന്നെയാണ്. നന്നായി കായ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ. ഇതൊന്ന് ആലോചിച്ചോക്ക്, അർജന്റീനയുടെ കളി നമ്മുടെ ഇന്ത്യയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള സകല ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തൂലോ. ഇവിടെ എത്ര കായ് ഇവിടെ കൊയ്യാൻ പറ്റുവെച്ചിട്ടാ ഈ ഫ്രീ ആയിട്ട് വന്ന് കളിച്ചൂടെ? ആർക്ക് ഫീസ് ചോദിച്ചില്ലമ്മ? ഇല്ലല്ലോ. 2000 ലാഭം കിട്ടിയ അത് ഇവിടുത്തെ ഏതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സിലെ ക്ലബിലെ കളിക്കാരല്ല. ഇത് ലോകകപ്പ് ടൂർണമെന്റിൽ കളിക്കുന്ന കളിക്കാരാണ്. എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് എന്തായാലും കേന്ദ്രം മുൻകൈ എടുക്കൂല അർജന്റീന ഇവിടെ കൊണ്ടുവരാനായിട്ട്. അതെന്താണ് സമ്മതിക്കാത്തത്? അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം ഉണ്ടെന്ന് വെച്ച് പറഞ്ഞു. നമ്മളൊക്കെ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ. നമ്മുടെ നാടിന്റെ ഫുട്ബോൾ വികാരം എന്താന്ന് അറിയിച്ചിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തങ്ങൾ എഴുതണോ? നിങ്ങൾ കത്തെഴുതേ ഫോൺ വിളിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും. പിന്നല്ലാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അല്ലേ? അന്ന് ഇന്ന് തന്നെ എഴുതണം. സ്വരൂപ് ഒരു പേപ്പർ മേൻ എടുത്ത് കൊടുത്തേ. എഴുതിക്കോ എഴുതിക്കോ. പ്രധാനമന്ത്രിക്ക് കത്തെഴുത് കോയക്കാ. ഇതറിയില്ലല്ലോ. നിങ്ങള് ഞാൻ പറഞ്ഞേരേ നിങ്ങൾ എഴുതിക്കോളൂ. എഴുതിയടാ, പറഞ്ഞോ. നിങ്ങൾ എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാ. എഴുതിക്കോ. അല്ലന്റെ പ്രധാനമന്ത്രിയെ എഴുതിക്കോട്ടാ. എന്ത് കളിയാ നിങ്ങൾ കളിക്കണേ? മെസ്സി എന്ന് പറഞ്ഞ ആരാന്നാ നിങ്ങൾ വിചാരിക്കണേ? ലോകകപ്പ് ടൂർണമെന്റിൽ ഇത്ര വലിയൊരു കളി ആരാത് ഇവിടെ ബഹളം ഉണ്ടാക്കണേ? എഴുതിക്കോ. ലോകകപ്പ് ടൂർണമെന്റിൽ മഹാനായ ഒരു കളിക്കാരൻ നമ്മുടെ നാട്ടിലേക്ക് വരാ പറയുമ്പോ അത് സമ്മതിക്കല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? അല്ല പോയക്ക, ഇത് നിങ്ങളുടെ ഭാര്യക്ക് എഴുതണ കത്തല്ല. അതെ, ഇത് പ്രധാനമന്ത്രിക്ക് അയക്കണ കത്താണ്. കുറച്ചുകൂടെ മര്യാദയും ബഹുമാനത്തോടു കൂടി വാക്കുകൾ ഉപയോഗിക്കും. ഞാൻ എന്ത് കുറ്റം പറഞ്ഞ്? കുറച്ചുകൂടെ ബഹുമാനത്തോടു കൂടി ഇത് എന്ത് വാചകമാണിത്? അല്ല, ഭാഷയൊക്കെ കറക്റ്റ്. ഒന്നും കൂടി ഒന്ന് വിനയമായിട്ട് ചെയ്യണമെന്നുള്ളൂ. എഴുതിക്കോ. ഒരു ബഹുമാനം അത് മാറ്റി വേറെ എഴുതും. അത് മാറ്റിക്കോ. വ്യാകരണം, ലാസാഗു, ഉച്ചാരണം, ഉണ്ടായിരുന്നേ. ഒരു ക്ലബിൽ കൊടുക്കാത്ത സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. അല്ലന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ. അല്ലന്റെ വേണ്ട, അല്ലന്റെ വേണ്ട, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. ആയിക്കോട്ടെ. മറിമായം